കൂടുതൽ ഉപയോഗപ്പെടുന്ന സോഷ്യൽ മീഡിയ ആപ്പായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ FBയുടെ ജനപ്രീതി മുമ്പത്തേക്കാൾ വളരെയധികം കുറഞ്ഞു. വാട്സപ്പിനെയും ഇൻസ്റ്റഗ്രാമിനെയും അപേക്ഷിച്ച് ഇപ്പോൾ ഫേസ്ബുക്കിന്റെ തിളക്കം കൂടുതൽ മങ്ങുകയാണ്. ഫേസ്ബുക്കിന്റെ സ്വാധീനം ഇപ്പോൾ മുമ്പത്തെ പോലെ അല്ലെന്ന് നിങ്ങൾക്കും തോന്നുവാണെങ്കിൽ അത് ഒറ്റപ്പെട്ട അഭിപ്രായമല്ല. 2022 ഏപ്രിലിൽ ഫേസ്ബുക്കിന്റെ തലവനായ ടോം അലിസണ് മാർക്ക് സക്കർബർഗ് കൈമാറിയ ആന്തരിക ഇമെയിലുകൾ ഈ ആഴ്ച മെറ്റയ്ക്കെതിരായ ഫെഡറൽ ട്രേഡ് കമ്മീഷന്റെ ആന്റി ട്രസ്റ്റ് കേസിനിടെ കോടതിയിൽ ഹാജരാക്കപ്പെട്ടു. മെറ്റയ്ക്കെതിരെ ഫെഡറൽ ട്രേഡ് കമ്മീഷൻ അതായത് FTC നടത്തുന്ന കേസിനിടയിലാണ് ടോം മാർക്ക് സംഭാഷണങ്ങൾ ഉൾപ്പെട്ട രേഖകൾ പുറത്തു വന്നത്. ഫേസ്ബുക്കിന്റെ ഉപയോക്തൃ ഇടപെടൽ പല മേഖലകളിലും സ്ഥിരതയോടെ തുടരുമ്പോഴും അതിന്റെ വിശാലമായ സാംസ്കാരിക സാന്നിധ്യം കുറഞ്ഞു വരികയാണെന്ന് സക്കർബർഗ് ഈ ഇമെയിലുകളിൽ സമ്മതിക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമും വാട്സപ്പും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ആളുകൾക്ക് അവ വളരെ ഇഷ്ടപ്പെട്ടെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. ആളുകൾ എങ്ങനെ സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഫേസ്ബുക്ക് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ ഈ രീതി ഇപ്പോൾ അത്ര ജനപ്രിയമല്ലെന്ന് സക്കർബർഗ് തന്നെ കരുതുന്നുണ്ട്. ഇപ്പോൾ പലരും ഇൻസ്റ്റഗ്രാമിലോ ട്വിറ്ററിലോ പ്രശസ്തരായ ആളുകളെ പിന്തുടരാൻ ഇഷ്ടപ്പെടുന്നുവെന്നാണ് സക്കർബർഗിന്റെ നിരീക്ഷണം. അതുകൊണ്ടാണ് ഫേസ്ബുക്കിന്റെ ഫ്രണ്ട് മോഡൽ പഴയതുപോലെ മികച്ച രീതിയിൽ പ്രവർത്തിക്കാത്തത്. ഫേസ്ബുക്കിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നതിനായി സക്കർബർഗ് നിരവധി തന്ത്രങ്ങൾ നിർദ്ദേശിച്ചതായും ഈ ഇമെയിൽ രേഖകൾ വെളിപ്പെടുത്തുന്നുണ്ട്.